ഷമേ ബംഗാളി നടി രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. കേരളത്തിൽ ചർച്ചയായി. പക്ഷേ ഒരു തമിഴ്നാട്ടിലെ ഒരു ഗായിക കഴിഞ്ഞ ദിവസം ഒരു ആരോപണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ അബുക്ക, ആഷിഖ് അബുക്കയ്ക്കും ഭാര്യയായിട്ടുള്ള റീമ ചേച്ചിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. റീമ ചേച്ചി മയക്കുമരുന്ന് പാർട്ടി നടത്തുന്നു എന്നുള്ളതാണ് ആരോപണം. ഞാൻ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു. അത് പൃഥ്വിരാജിൻ്റെ സെറ്റിൽ, തൊഴിലിടത്തിൽ, സെറ്റ് എന്ന് പറയണ്ട, വർക്ക് സ്പേസിൽ, പൃഥ്വിരാജ് ആ വാക്കാണല്ലോ ഉപയോഗിക്കുന്നത്, മയക്കുമരുന്ന് കോളയിൽ കലക്കി കൊടുത്ത് ഒരു നടിയെ പീഡിപ്പിച്ചു. വളരെ ഗുരുതരമായിട്ടുള്ള സംഭവമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞാൻ കാണുന്നത് ഈ സ്ത്രീ പീഡനവും കഥകളി മുട്ടുന്നതും പവർ ഗ്രൂപ്പും എല്ലാത്തിനും ഉപരി ഞാൻ കാണുന്നത് ഒരു വലിയ നമ്മളെ അടക്കം ബാധിക്കുന്ന ഒരു സാമൂഹിക വിപത്തായി ഞാൻ കാണുന്നത് മയക്കുമരുന്ന് ഉപയോഗമാണ്. സെറ്റുകളിലുള്ള മയക്കുമരുന്ന് ഉപയോഗമാണ് ഹേമ കമ്മിറ്റി. അപ്പോൾ ആഷിഖ് അബു അതിന് നേതൃത്വം നൽകുന്ന ഒരാളാണോ? കഴിഞ്ഞ ദിവസം സുചിത്ര, ഈ ഗായിക സുചിത്ര ഇത് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ബംഗാളി നടി ഉന്നയിച്ച ആരോപണത്തിൽ ചാടി വീണ മാധ്യമങ്ങൾ സുചിത്ര, നമ്മുടെ തമിഴ്നാട്ടുകാരിയായിട്ടുള്ള സുചിത്രയുടെ ഈ ആരോപണം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്താനോ തയ്യാറായിട്ടില്ല. പൃഥ്വിരാജിൻ്റെ വിഷയത്തിൽ ഇത് തന്നെയല്ലോ, 1-2 വാർത്തകൾ കൊടുത്തിട്ട് പൃഥ്വിരാജ് ഞാൻ അയാളെ മാറ്റി എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടർ, പീഡിപ്പിച്ച അസോസിയേറ്റ് ഡയറക്ടർ സെറ്റിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞപ്പോഴേക്കും മാധ്യമങ്ങൾ ഒന്നടങ്ങി. ആ വിശദീകരണം. പക്ഷേ മോഹൻലാൽ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പം ഇങ്ങനെ വിശദീകരിച്ചാൽ പോരാ എന്ന് പറയുന്നവന്മാരാണ് ഇവിടെയുള്ള മാധ്യമ സിംഗങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ആഷിഖ് അബുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരുന്നത് ഈ ഷൈൻ ടോം ചാക്കോ മയക്കുമരുന്ന് കേസിനകത്ത് പോയില്ലേ, പിന്നീട് അയാൾ അകത്ത് പോയിട്ട് പിന്നെ അയാൾ പുറത്തിറങ്ങിയിട്ട് ഈ സംഭവത്തെ അയാൾ നോർമലൈസ് ചെയ്തു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ നടന്മാരുടെ ഒരു പ്രത്യേകത. അതായത് താനൊരു പീഡന വീരനാണ് എന്ന് നാട്ടുകാരെ അവർ തന്നെ അറിയിക്കും. മനസ്സിലല്ലേ? ഷൈൻ ടോം ചാക്കോ പോലുള്ള നടന്മാർ പല വേദികളിലും വരുന്നു, സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിലെന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു. മനസ്സിലല്ലേ? പല മാധ്യമ പ്രവർത്തകരുടെയും അടുത്തിരുന്ന് ഇത് സംസാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഷൈൻ ടോം ചാക്കോ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നാളെ ഒരു ആരോപണം വന്നാൽ ഇയാളുടെ കരിയർ തകർന്നു പോകാനുള്ളൊരു സാധ്യതയില്ല. അതൊരു സൈക്കോളജിക്കൽ മൂവാണ്. ഇപ്പം ഞാൻ 24 മണിക്കൂറും വിളിച്ച് പറയുകയാണ് ഞാൻ അത്ര നല്ലവനല്ല എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെയാണ് ഈ ഷൈൻ ടോം ചാക്കോയും. പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ മീറ്റു ഒക്കെ പണ്ടൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഒരു നോർമലൈസ് ചെയ്യും ഈ കാര്യങ്ങൾ. പക്ഷെ മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജൊന്നും അങ്ങനെയല്ല. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നു എന്ന് കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ആഷിഖ് അബുവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജോയിന്റ് മടിച്ച് താഴെ ഇറങ്ങി വരുന്ന ഒരു രംഗം അല്ല വിശദീകരിക്കുകയും ഉണ്ടായി. അപ്പം അതും ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വലിയ ഡ്രഗ് മാഫിയയുടെ തലവന്മാരാണോ ഈ ഷൈൻ ടോം ഈ ആഷിഖ് അബുവും ഭാര്യ റിമ കല്ലിങ്കലുമെല്ലാം? ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളെങ്കിലും ചർച്ച ചെയ്യണ്ടേ? അവരുടെ സെറ്റിലൊക്കെ ധനുഷ് പറയുന്ന പോലെ തന്നെ വർക്ക് സ്പേസ്, അവിടെയൊക്കെ ഇതിൻ്റെ ലഹരി ഉപയോഗമുണ്ടെന്ന് ദീർഘനാളായി ആരോപണം ഉയർന്നതാണ്. ഇത് നേരത്തെ തന്നെ ഈ മലയാള സിനിമയിലെ അമ്മ അടക്കമുള്ള സംഘടനകളെ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഈ ആഷിഖ് അബു ശ്രമിക്കുന്നുണ്ട്. ആഷിഖ് അബുവാണ് ചില ആരോപണങ്ങൾക്ക് പിന്നിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഈ ഇദ്ദേഹത്തിന്റെ സെറ്റുകളിൽ ഇതുണ്ടെന്നുള്ളത് കഥ ഒരുപാട് കാലമായി കിടക്കുന്നതാണ്. ഇപ്പം സുചിത്രയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സുചിത്ര ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് പറയുന്നത്, അവർ പറയുന്നു അവിടെ പങ്കെടുക്കാൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ള ഗായികമാർ എന്നോട് പറഞ്ഞു, ഇവരിങ്ങനെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ആവേശം സിനിമയിലെ രംഗണ്ണന്റെ ബർത്ത്ഡേ പാർട്ടി കണ്ടിട്ടില്ലേ, അതുപോലെയുള്ള ആഘോഷ പരിപാടികൾ ഇവർ സംഘടിപ്പിക്കാറുണ്ട്. ആ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി യുവാക്കൾ ധാരാളമായി അവിടെ എത്താറുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു സെറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇത്രയും കുട്ടികൾ എന്തിനാണ് അവിടെ വന്നതെന്ന് എനിക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഒരു തവണ പോയിട്ടുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിന്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ഒരു പരിചയമില്ലാതെ ഞാൻ ആ സിനിമ പിന്നീട് വന്നപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചു, അവരാരെയും ഫ്രെയിമിലൊന്നുമില്ല. ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെയുണ്ട്. അവിടേക്ക് ഒരു രീതി, ആ നിപ്പും നടപ്പും ഒക്കെ കണ്ടപ്പോഴേ ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു രീതി, നോർമൽ അല്ലാത്ത ചില സമയങ്ങളിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ മാനവീയത്തെ കാണുന്ന പോലെ ആ രീതിയിലുള്ള ചില കാഴ്ചകൾ, അങ്ങനെ ഒരു ധാരാളം കയ്യും കണക്കും ഇല്ലാതെ കുട്ടികൾ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക ആ സെറ്റിൽ. ഞാൻ ഈ പിള്ളേരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. കാര്യം അങ്ങോട്ട് നീക്കുന്ന ക്യാമറ അങ്ങോട്ട് ഓരോ സീൻ കഴിയുമ്പം ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് ക്യാമറ ചേഞ്ച് ചെയ്ത് പിള്ളേർ മാറണം. അപ്പോൾ അത് നമ്മൾ, പക്ഷേ ഞാൻ ഇന്നലെ ആലോചിച്ചു, ഇത്രയും ബുദ്ധിമുട്ട് ഈ കുട്ടികൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവരെ അവിടെ മാറ്റി നിർത്തിയാൽ പോരെ. പക്ഷേ അവരുടെ സീനും എടുക്കുന്നില്ല, അവർക്ക് വേണ്ടി ടേക്ക് എടുക്കുന്ന ഒന്നുമില്ല, അല്ല പാസിംഗ് ഷോട്ട് പോലും ഇല്ല,
സ്വൈര്യ വിഹാരം, ഒരു കോളേജ് പോലെ, ഒരു കോളേജെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ഈ ചില സ്ഥലങ്ങളൊക്കെ കാണുന്ന രീതിയിൽ ആളുകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുന്ന പിന്നെ അത് കാരണം അവിടുത്തെ ഈ അവരുടെ ക്രൂവിന് തന്നെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ കുറെ നേരം നോക്കി നിന്നു, ഞാനിത് നോക്കി നിന്നു അവിടെ നിന്നിട്ട്. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പിന്നീട് ആ സിനിമ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇവരൊക്കെ ഈ കുട്ടികളൊക്കെ ഇതിനകത്തുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആരും പാസിംഗ് ഷോട്ടിൽ പോലും അങ്ങനെ ആരുമില്ല. പിന്നെ ഇവരൊക്കെ എന്തിനാണ് അവിടെ വരുന്നത്? ഇവിടെ എന്തിനാണ് വരുന്നത്? ഇവിടുത്തെ ഈ ഷൂട്ടിംഗ് സെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സൈസോ പോലീസോ ഒന്നും കയറി വരില്ല. അവിടെ ഇനി എന്ത് നടന്നാലും പരിശോധന നടക്കില്ല. ഒരു പരിശോധനയും ഒരു ഷൂട്ടിംഗ് സെറ്റിലും നടക്കാറില്ല. അവിടെ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ FKയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി അതെ നടന്നു കഴിഞ്ഞാൽ ഇവർ പലരും അകത്താകുന്നേ. നടന്നു കഴിഞ്ഞാല് ഈ പല്ല് പൊടിയുന്ന രാസലഹരി ഉപയോഗിച്ച് പല്ല് പൊടിയുന്ന നടനാരാ അറിയില്ല. ഞാൻ അറിയാത്തൊരു കാര്യം നമ്മൾ എന്താ പറയാ, പലരുടെയും പേരുകൾ ഇങ്ങനെ ശരിയല്ല, പലരുടെയും പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിതിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് ഉന്നയിച്ച ആള് തന്നെ അത് പിന്നീട് അതിനെക്കുറിച്ച് ഒരു വാക്കും മിണ്ടിയില്ലല്ലോ. അത് പേടിച്ചു പോയി. അത് ഉന്നയിച്ചു, അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു, അയാൾ പേടിച്ചു പോയി. നമ്മൾ ഈ പ്രസ് ക്ലബിലെ ബാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് വിളി വരുന്നില്ലേ, പേടിച്ചു പോയി. അതൊരു ഫ്ലോയിലൊക്കെ വന്നു പോയതാ. പക്ഷെ ആ ചർച്ച ഇപ്പോഴും തീർന്നിട്ടില്ല. എന്ത് രാസലഹരിയോ ഇതുപോലെ മയക്കുമരുന്നോ ഹേമ കമ്മിറ്റി എല്ലാം ചോദിക്കുമ്പോഴും മലയാളി തേടുന്നത് ആരാണ് ആ പല്ല് പൊടിയുന്ന നടൻ എന്നല്ലേ. ഞാൻ 1-2 പേരുടെ പേരുകൾ കേട്ടു. പക്ഷെ അതിങ്ങനെ ഒരു ഉറപ്പില്ലാത്തൊരു സാധനം പറയാൻ പാടില്ലല്ലോ. സുചിത്ര അവിടെ പോയി തമിഴ്നാട്ടിലെ ഒരു SS മ്യൂസിക് എന്ന് പറഞ്ഞ ചാനലിൽ ഇരുന്നിട്ടാണ് ഇത് പറഞ്ഞത്. അവർ പറഞ്ഞു റിമ കല്ലിങ്കൽ, റിമ ഒരു കാര്യം പറഞ്ഞായിരുന്നു, കരിയറിനെ തന്നെ നശിപ്പിക്കുന്ന കാര്യമെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ. പലരുടെയും കരിയർ തന്നെ തീർന്നു പോകാൻ സാധ്യതയുള്ള ഒന്നെന്നുള്ള രീതിയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് റിമ പറഞ്ഞത്. അപ്പോൾ റിമ പറഞ്ഞ ശേഷം ആണ് സുചിത്ര അതിനോട് പ്രതികരിക്കുകയായിരുന്നു. ഇപ്പൊ റിമ ഇങ്ങനെയുള്ള പാർട്ടികൾ നടത്താറുണ്ട്, ഇതാണ് റിമയുടെ കരിയർ തകർത്തതെന്ന്. റിമയുടെ കരിയർ 2021 ശേഷം എനിക്കൊന്നും മൂവിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മൂവിയൊന്നും പിന്നെ വന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ തന്നെ മൂവിയായിട്ടുള്ള നീലവെളിച്ചത്തിലാണല്ലോ അവസാനം അഭിനയിച്ചത്. നമ്മുടെ പഴയ ഭാർഗവി നിലയം നീലവെളിച്ചം എന്നുള്ള പേരിൽ ഇറക്കി ആഷിക് കപൂർ. ശ്രദ്ധിച്ചിട്ടില്ല. വലിയ വിവാദമായിരുന്നു അത്. ആഷിക് പടങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അത് വിവാദമായിരുന്നു. പഴയ പാട്ടുകളൊക്കെ കൂപ്പിയടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പടം പൊട്ടിപ്പോയി. അവസാനമായിട്ട് ശ്രദ്ധിച്ചത് വാര്യംകുന്നന്റെ ലോഞ്ച് ആയിരുന്നല്ലേ പേര്. 1921 വാര്യംകുന്നൻ പൃഥ്വിരാജിനെ വെച്ച്. അതാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ അടിച്ചു കലക്കി കൈ കൊടുക്കുകയും ചെയ്തു. അത് വാര്യംകുന്നനെയും കൊണ്ട് പോക്കി പിടിച്ചോണ്ട് വന്നായിരുന്നു. ശരിയാ, വാര്യംകുന്നന് എനിക്ക് തോന്നുന്നു നീലവെളിച്ചം മറ്റേ പോസ്റ്റർ എന്തോ കണ്ടായിട്ടോ, ടൊവിനോ തോമസ് ആണ്, ടൊവിനോ കണ്ണാടിയൊക്കെ വെച്ച് ചങ്ങമ്പുഴ പോലെ ഇരിക്കുന്നു. അതെ പോസ്റ്റർ എവിടെയോ ഞാൻ കണ്ട ഒരു ഓർമ്മ. അതെ, നീലവെളിച്ചം എന്നുള്ള മൂവിയിലാണ്. അതിലെ ഭാർഗവി എന്നുള്ള കഥാപാത്രം അഭിനയിച്ചത് റിമയാണെന്നാണ്. ഞാൻ സിനിമ കണ്ടില്ല. പഴയ ഭാർഗവി നിലയം എന്നുള്ള സിനിമ ഈ ആഷിക് കപൂറിന്റെ സിനിമകളോടൊന്നും വലിയ താല്പര്യം കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിന്തറ്റിക് ലഹരിയെ പ്രോത്സാഹിപ്പിക്കും. എനിക്കത് അതിനോട് താല്പര്യമില്ലാത്ത അതുകൊണ്ടല്ല, സമൂഹത്തിനൊരു ഗുണവും ഇല്ലാത്ത ഒരു എസ്തെറ്റിക് സെൻസും ഇല്ലാത്ത പടങ്ങളാണ്. അത് എനിക്ക് അതിനോടൊന്നും യാതൊരു താല്പര്യമില്ല. ആഷിക് കപൂറിന്റെ ഞാൻ കണ്ടിട്ടുള്ള 2 സിനിമകളേ ഉള്ളൂ. ഒന്ന് ആഷിക് കപൂറിന്റെ ആദ്യത്തെ പടം സോൾട്ട് ആൻഡ് പെപ്പർ, അത് കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മായാനദി കണ്ടിട്ടുണ്ട്. മായാനദി ഞാൻ ആക്സിഡന്റലി, ആ സമയത്ത് ഞാൻ പ്രസ് ക്ലബ്ബിൽ പഠിക്കുകയായിരുന്നു. ആ സമയത്ത് ആക്സിഡന്റലി അവിടെയുള്ള പ്രസ് ക്ലബ്ബിൽ അറിയാലോ, ശ്യാമ പറഞ്ഞതുപോലെ ആഷിക് കപൂർ സ്വാധീനം എപ്പോഴും ഈ പ്രസ് ക്ലബ്ബിലുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആഷിക് കപൂറിന്റെ മായാനദി ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് അവിടെയുള്ള സ്ത്രീകളെല്ലാം പ്രസ് ക്ലബ്ബിന്റെ കൂടെ പഠിച്ചിരുന്ന സഹപാഠികളെല്ലാം കൊണ്ടുപിടിച്ച് ഈ മായാനദിക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണെന്ന് കാണണമല്ലോ എന്നുള്ളൊരു ഇതില് ഞാൻ ആ സിനിമ കണ്ടതാണ്. അങ്ങനെ മായാനദി, അങ്ങനെ 2 സിനിമ മാത്രമേ ഞാൻ ആഷിക് കപൂറിന്റെ കണ്ടിട്ടുള്ളൂ. വേറൊരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ റിമ കല്ലിങ്കലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിവാഹം, അത് കഴിഞ്ഞ അദ്ദേഹത്തും എനിക്ക് തോന്നുന്നു ആ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഇപ്പൊ അവസാനമായിട്ടൊരു വാർത്തകൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിക്കിടയിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. പക്ഷെ സ്ഥിരീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയാൻ പറ്റുന്നില്ല. 2013 വിവാഹം അല്ലേ? 2013 വിവാഹം കഴിക്കുന്നത്. ഞാൻ ഈ സോൾട്ട് ആൻഡ് പെപ്പർ കണ്ടിട്ടുണ്ട്. അത് ഒരു വലിയ മാറ്റമാണ് മലയാള സിനിമയിൽ അത് കൊണ്ടുവന്നത്. ആ സിനിമയ്ക്ക് ശേഷവും അതിന് മുമ്പും ശേഷവും മലയാള സിനിമയെ തരംതിരിച്ച് തന്നെ ഇയാളെടുത്തൊരു പടം ഇടുക്കി ഗോൾഡ് ഈ ഇതിനെയൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് നോർമലൈസ് ചെയ്യുന്ന സംഭവം. ഈ സാധനങ്ങളൊക്കെ നോർമലൈസ്, ഇതൊന്നും അതല്ല, ഇതൊക്കെ വെറുതെ. നമ്മളെ മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഇതിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ ചീര തിന്നാറുണ്ടോ, നിങ്ങൾ ചോറ് തിന്നാറുണ്ടോ, പിന്നെ കഞ്ചാവിന് മാത്രം എന്താണ് കുഴപ്പമെന്ന രീതിയിലാണ് പുള്ളി ചോദിക്കുന്നത്. ഒരുപാട് ആൾക്കാരെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്നത് ഇത് കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഈ കഞ്ചാവിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാനസിക നില തെറ്റിക്കുന്നതാണ് മനുഷ്യന്റെ.
നോർമൽ അല്ലാതെ നോർമൽ മനുഷ്യന്റെ മനസ്സിന്റെ ആ സമനില ചിത്തഭ്രമം ഉണ്ടാകാൻ അത് വട്ടായി പോകും മനുഷ്യന്. അതാണ്. അതുമല്ലെന്നേ, ഇത് സിന്തറ്റിക് ലഹരിയിലാണ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നത്. കഞ്ചാവും കൂടെ മാറ്റി നിർത്തട്ടെ, കഞ്ചാവിനെ കൂടെ മാറ്റി നിർത്താം. സിന്തറ്റിക് ലഹരിയിൽ ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നു. സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എക്സൈസിന്റെ സംഘം എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇദ്ദേഹത്തിന് വിവരം ലഭിച്ച് ഇദ്ദേഹം ഇറങ്ങിപ്പോയെന്നാണ് ഒരു കഥ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സെറ്റിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കഥ വ്യാപകമായി നിലനിൽക്കുന്നതാണ്. ഇത് കൊച്ചിയിലെ എല്ലാ മേഖലയിലും ഉള്ളതാണ്. പിന്നെ ഒരു കാര്യവുമില്ലാതെ ഇദ്ദേഹത്തിന്റെ സെറ്റിലേക്ക് പിന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും എത്തുന്നുണ്ട്. ഒരു കാര്യവുമില്ല, അവർക്ക് അവിടെ ചെയ്യാൻ അഭിനയിക്കേണ്ട ഒന്നുമില്ല. പിന്നെ അവരവിടെ ടെക്നിക്കൽ വശങ്ങളിൽ സഹായം ഒന്നും ചെയ്യുന്നില്ല, ഒന്നുമില്ല. വെറുതെ ഇദ്ദേഹത്തിന്റെ സെറ്റുകളിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കുറെ കുട്ടികൾ വന്ന് കറങ്ങിത്തിരിഞ്ഞ് കിടക്കുക. ഈ കുട്ടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എന്തായാലും സംശയം. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ സെറ്റുകളിൽ ഒരു പരിശോധന നടക്കണമെന്നേ. ഇത്രയും വലിയ ആരോപണമല്ലേ പുറത്ത് കിടക്കുന്നത് അറിയുന്നത്. കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ സെറ്റുകൾ കൊച്ചിയിൽ എവിടെ സെറ്റ് ഇട്ടാലും ആ ഒരു വലിയൊരു വിഭാഗം കുട്ടികൾ അവിടെ എത്തും. പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവിടെ എത്തും. അവിടുത്തെ കഥകൾ പുറത്തു വരുന്ന കഥകളൊക്കെ വല്ലാത്ത കഥകളാണ്. ഇതിനൊന്നും ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മളത് പറയാത്തത്. ഏതായാലും ഇപ്പൊ ഈ സുചിത്ര പറഞ്ഞിരിക്കുന്ന, സുചിത്ര എല്ലാവരും അറിയാമല്ലോ, സുജി ലീക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, സൃഷ്ടിച്ച സ്ത്രീ ആണ് ഒരുപാട് പേർക്കെതിരെ. പിന്നെ തൃഷ കുടിച്ച് ബോധമില്ലാതെ വിജയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയിന്ന് പാട്ടുപാടി സ്വന്തമായിട്ട് പാട്ടുപാടി ഡാൻസ് കളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ധനുഷ് ഗേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമൽഹാസൻ മയക്കുമരുന്ന് വിളമ്പിയിട്ട് ശാരദ പിന്നീട് കഥയായിട്ട് വന്നിട്ടുമുണ്ട്. വലിയ വിപ്ലവമൊക്കെ ഉണ്ടാക്കി വിടുന്ന ഒരാളാണ് ഈ സുചിത്ര. പക്ഷെ ഏതായാലും റിമയുടെയും ആഷിക് കപൂറിന്റെയും കാര്യത്തിൽ സുചിത്ര മാത്രമല്ല, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. റിമ ഇത് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ആഷിക് കപൂർ ഇത് പ്രോത്സാഹിപ്പിക്കും, റിമയ്ക്ക് ഇത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെറ്റുകളിലേക്ക് വരുന്ന കുട്ടികൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ സെറ്റുകളിലേക്ക് വരുന്ന പെൺകുട്ടികളെ അവിടെ തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അവർ ഒരു കാര്യവുമില്ലാതെ ഈ ലഹരിക്ക് വേണ്ടി അവിടെ ഒത്തുകൂടുന്നതാണ് എന്ന കഥ വ്യാപകമാണ്. അപ്പൊ ഇത്രയും കഥകളൊക്കെ വരുമ്പോൾ ഇദ്ദേഹം സ്വാഗതം ചെയ്യണം. എന്റെ സെറ്റുകളിൽ എക്സൈസിനും പോലീസിനും ഏത് സമയം വന്ന് പരിശോധിക്കാന്ന് പറഞ്ഞ് അതിനെ അങ്ങ് സ്വാഗതം ചെയ്തേക്കണം. അതല്ലേ വേണ്ടുന്നത്. അത് ചെയ്യാതെ ഇപ്പൊ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന സംഘത്തിന്റെ തലവനാണ് ഇദ്ദേഹം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. മലയാള സിനിമയെ ഒന്നടങ്കം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള കഥ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മോഹൻലാലിനെ ഒട്ടും ഇഷ്ടവുമല്ല. മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാലിന്റെ പിന്നെ നടന്റെ ഒപ്പമുള്ള ആ സംഘത്തെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാനിയാണ് ഈ ആഷിക് കപൂർ. ആ രീതിയിൽ തന്നെയാണ് അറിയപ്പെടുകയും ചെയ്യുന്നത്. കൊച്ചിയിലെ മട്ടാഞ്ചേരി മാഫിയാണ് സിനിമയിൽ പിടിച്ചെടുക്കാൻ നടക്കുന്ന സംഘത്തലവനാണ് ആഷിക് കപൂർ. ഇവന്റെ പടമാണോ ഹലാൽ ലവ് സ്റ്റോറി? അറിയില്ല. ആണോ? ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ട്. അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് സക്കറിയ മുഹമ്മദ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആഷിക് കപൂർ. ഇത് സിനിമ കണ്ട ഇതാണോ? ജമാഅത്തെ ഇസ്ലാമി സപ്പോർട്ട് ചെയ്യുക? ആ സമയത്ത് ആരോപണം വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല പല പടങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. അതാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയതാണ്. അത് ഈ ഇദ്ദേഹം CPM ആണെന്നാ പറയുന്നത്, ഇടതുപക്ഷമാണെന്നാ പറയുന്നത്. ഒന്നുമല്ല. സഖാപ്പിയായിട്ട് വരണം. സഖാപ്പിയായി വരാതെ ഈ പറയുന്ന ചെമ്പട്ടിൽ പൊതിഞ്ഞ പച്ചപ്പാശമായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെളിയിലിടും. അതൊക്കെ പറഞ്ഞു കൊടുക്കും. നാട്ടുകാരത്ത് പറയും ഇദ്ദേഹം സഖാപ്പിയാണ് എന്നുള്ള കാര്യം പറയും. അപ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു. എന്താ മലയാള സിനിമയിൽ ഒരു വലിയൊരു വിഭാഗം നടന്മാർ ഇപ്പൊ പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നല്ല കാര്യങ്ങൾ, അത് കേസിൽ പ്രതിയാകുന്നു, കുറ്റാരോപിതനാവുന്ന ഒരു സാഹചര്യത്തിൽ അത് നോക്കും. ഇതങ്ങനെയല്ല. ഇതെല്ലാത്തിനെയും മുച്ചൂട് മുടിച്ചു കളഞ്ഞിട്ട് ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ തൊഴുത്തിൽ മലയാള സിനിമയെ കൊണ്ടുപോയി കെട്ടാനുള്ള ശ്രമമാണ് ഈ സഖാപ്പിയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫേമസ് ആയിട്ടുള്ള നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കഥയാണ്. പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അങ്ങനെ താല്പര്യമുള്ളവരെ മാത്രമേ സിനിമയെ ഇദ്ദേഹം വളർത്താൻ നോക്കൂ. അജണ്ട വെച്ചിട്ടാണ്. അത് ഈ സിനിമക്കാരിൽ ഭൂരിഭാഗം പേരും ഉണ്ടെന്നേ. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്തൊരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, റീൽസ് ഒക്കെ ചെയ്യുന്ന പയ്യന്മാരില്ലേ, അതിൽ കൂടുതലും ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള പയ്യന്മാരെ സിനിമയിലെടുത്ത് വളർത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട്. ശരിയാണ്. അല്ലെങ്കിൽ ഇവരുടെ അജണ്ടയ്ക്ക് വഴങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള പയ്യന്മാരായിരിക്കണം. അൾട്രാ നക്സൽ ലിബറൽ ആയിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള പയ്യന്മാരെ സെലക്ട് ചെയ്തിട്ട് അവരുടെ തലയിൽ ഇവരുടെ ആ വിഷം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഇവൻ വളർന്നൊരു വടവൃക്ഷമായി കഴിയുമ്പോൾ ഇവരുടെ കൂടെ നിൽക്കുക, ഭാവിയിൽ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാരെ മൊത്തം തെറി പറയുക, ഫാസിസം എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുക. അവസാനം ബംഗ്ലാദേശിന്റെ അവസ്ഥയായി പോകും. ബംഗ്ലാദേശിൽ മറ്റേ വലതുപക്ഷ ഹസീനെ ഓട്ടിക്കാനായിട്ട് കൂടെ നിന്നത് മുഴുവൻ ഹിന്ദുക്കളാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ. അവസാനം ഹസീന പോയി കഴിഞ്ഞപ്പോ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുക്കൾ നിരത്തില്ല. ആ ഒരു സിറ്റുവേഷൻ ആയി. അല്ല, ഈ സിനിമയ്ക്കകത്ത് ഉണ്ടെന്നേ. ഞാൻ എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക, സ്ക്രിപ്റ്റില് വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്.
അത് ആ ഒരു വിഭാഗത്തിന്റെ പേരായ പിന്നീട് അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ആ കഥാപാത്ര പേര് മാറ്റാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ മേപ്പടിയാനിലെ വില്ലനായിട്ട് വരുന്നത് ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസ് അതിൽ അവതരിപ്പിക്കുന്ന ഒരു മുസ്ലിം ക്യാരക്ടറാണ്. അപ്പൊ അത് ഇവർക്ക് വലിയ പ്രശ്നമായി. മുസ്ലിം ക്യാരക്ടറിനെ ഉണ്ണി മുകുന്ദൻ വില്ലനായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അശ്വന്ത് കോക്കൊക്കെ അതിനെതിരെ വലിയ രീതിയിൽ ശബ്ദം ഉയർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവനൊരു നിഷ്പക്ഷനാണെന്നാ പറയുന്നത്. പക്ഷെ ആ സിനിമ കാണുന്ന ആർക്കും അതിലൊരു മുസ്ലിം മതവിദ്വേഷം ഒന്നും തോന്നുന്നുമില്ല. സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് സൈഡിൽ കൂടെ പോകുന്നു. സൈഡിൽ കൂടെ പോകുന്നു. അതൊക്കെ അവർക്ക് വലിയ വിഷയമായി പോയി. SDPയുടെ ആംബുലൻസ് ഇവിടെ തലങ്ങും വിലങ്ങും പാഞ്ഞോണ്ടിരിക്കുക സിനിമയിലൂടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏതായാലും ആഷിഖ് അബു സഖാപ്പിയാണെങ്കിൽ സഖാപ്പിയായി തന്നെ ജീവിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, സിന്തറ്റിക് ലഹരിയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സിന്തറ്റിക് ലഹരിയെ പ്രോത്സാഹിപ്പിച്ച് ഒരു തലമുറയെ നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കില്ല.